ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഷവർമ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ചേർക്കണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ. ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതിനനുസരിച്ചുള്ള വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ മാക്സിമം വെളുത്തുള്ളിയുടെ ചുവ ഫ്രണ്ടിൽ നിൽക്കാത്ത വിധേന എടുക്കുക. അതിനുശേഷം ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ ഒരു ചെറിയ കഷ്ണം മതി, അത് പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, അതായത് ഒരു 7-10 പച്ചമുളക്, പിന്നെ കറിവേപ്പിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് നുള്ളുപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ നല്ലോണം ബോൺലെസ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് എല്ലില്ലാണ്ട് ഇതേപോലെ നമ്മൾ നല്ലോണം കഴുകി എടുത്ത് വെക്കുക. ഒരു ബൗളിൽ ഞാൻ ഇതേപോലെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ എത്ര ഷവർമയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്കിനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത്, അതായത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് നല്ലോണം പുരട്ടിയെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമുക്ക് അരമണിക്കൂറിൽ കൂടുതലായാലും നല്ലതാണ് കേട്ടോ. എത്രമാത്രം ആ ഒരു ചിക്കനിൽ ഈ അരപ്പ് പിടിക്കുന്നോ അത്രയും ടേസ്റ്റ് നമ്മൾ ചിക്കൻ, അതായത് ഫ്രൈഡായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഷവർമയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആഴ്ന്ന ആ ഒരു ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഏറെക്കുറെ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മളൊരു പാനിലേക്ക് നീഡഡായിട്ടുള്ള ഗീ ഒഴിച്ചു കൊടുത്ത്, അതായത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കുന്ന രീതിക്ക് എടുക്കുന്നത്. ഒന്ന് നല്ലോണം ഉള്ളൊക്കെ വെന്ത് കിട്ടുന്ന രീതിക്ക് ആക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാൻ, പ്രോബ്ലം ഇല്ല. നമ്മൾ ഏറ്റവും ബെറ്റർ, നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഗീ മാത്രം യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചുട്ടെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കാൻ, അതായത് ചുട്ടെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നോർമൽ നമ്മുടെ, അതായത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചിക്കൻ ഇതുപോലെ ആക്കിയെടുക്കാൻ കേട്ടോ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കി കരിച്ച് കളയരുത്. ജസ്റ്റ് ഒന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടി നമുക്ക് ആവശ്യത്തിനൊരു മീഡിയം ആ ഒരു രീതിക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈഡ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മയോണൈസിലേക്ക് കിടക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്, പിന്നെ 4 അല്ലെങ്കിൽ 5 വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് മയോണൈസിൽ വേണ്ടത് വിനെഗറാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, 2 മുട്ട നമ്മൾ ഇതുപോലെ ഉടച്ച് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ 3 മുട്ടയൊക്കെ എടുക്കാം. 3ൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 5 അല്ലി വെളുത്തുള്ളി നമ്മൾ തോല് കളഞ്ഞത് ആഡ് ചെയ്തു. പിന്നെ സ്വല്പം വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. അതിനുശേഷം നമ്മൾ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നാരങ്ങ ഒരുപാട് വലുതാണെങ്കിൽ നിങ്ങൾ പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട, കുറച്ച് കൊടുത്താൽ മതി. നാരങ്ങയുടെ പുളിപ്പ് ചിലപ്പോൾ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്ത് അടിച്ച് നല്ല കട്ടി രൂപേണ മയോണൈസ് പ്രോപ്പർ വേയിലാവുന്നിടം വരെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മയോണൈസ്. അപ്പോൾ ടേസ്റ്റൊക്കെ നിങ്ങൾ നോക്കുക. ഉപ്പ് സ്വല്പം കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്വല്പം മധുരം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ടവർക്ക് മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഷുഗർ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മയോണൈസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടി. മയോണൈസ് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫ്രൈഡ് ആക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ചിക്കൻ ഏറെക്കുറെ ഒന്നായി വന്നിട്ടുണ്ട് പാർഷ്യലായിട്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടിയും കുറച്ചും ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഏറെക്കുറെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്ത് കരിച്ച് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാബേജ് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്ലൈസ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജാണ് നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ക്യാബേജ് നല്ലോണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാബേജ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റ് സ്ലൈസ് ഔട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ ഒരുപാട് എടുക്കണ്ട കേട്ടോ. ക്യാരറ്റ് ഒരുപാട് എടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ മധുരം ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഓവറായിട്ടൊന്നും എടുക്കേണ്ട. ക്യാബേജ് ആണെങ്കിലും നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക, ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. അതിനുശേഷം ഒരു 2-3 പച്ചമുളക് ഞാനിവിടെ സ്ലൈസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയിലയാണ് ഫൈനലി ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാതും ഓവറായി പോയാൽ പണി പാളും. അത് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ റെഡിയായി വെച്ചിട്ടുള്ള മയോണൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് തൂളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഇത് കുഴച്ചെടുത്ത ആ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടത്തക്ക പരുവം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമ്മുടെ ഫില്ലിങ്സൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രോപ്പർ വേയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഫില്ലിങ്സിൻ്റെ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തായിട്ട് ഞാൻ മറന്നുപോയൊരു കാര്യമാണ്, നേരത്തെ സ്ലൈസ് ഔട്ട് ചെയ്ത് വെച്ച കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കുംബറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സിൽ മയോണൈസ് ഒഴിക്കുന്നതിന് മുന്നേ മാക്സിമം കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ നല്ലോണം, അതായത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈഡ് ആക്കി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത്, അതായത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് പിച്ചിയിടാം. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മയോണൈസൊക്കെ വെച്ച് നല്ലോണം, അതായത് മിക്സപ്പ് ചെയ്ത് ഫില്ലിങ്സിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നല്ലോണം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി എടുക്കുക. ഒറ്റയടിക്ക് എല്ലാതും കൂടെ ഇട്ട് ഇളക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡിയായി. ഇനി നമ്മൾ പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് നമ്മുടെ കുബൂസ് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കുബൂസ് വെച്ചിട്ട് നമ്മൾ മയോണൈസ് ജസ്റ്റ് സ്പ്രെഡ് ഓവർ ചെയ്യുക, എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എന്താ പറയുക, റോൾ ഷവർമയല്ല, നമ്മുടെ പ്ലേറ്റ് ഷവർമയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്സ് നല്ലോണം സ്പ്രെഡ് ഓവർ ചെയ്യുന്നുണ്ട്. മറക്കണ്ട, നമ്മൾ കുബൂസ് ചൂടാക്കി എടുത്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മയോണൈസ് ചേർത്തു, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്തു. അതിന് ശേഷമാണ് ഫില്ലിങ്സ് ഇടുന്നത്. അതിന് മേലെ കുറച്ച് നമുക്ക് നീഡായിട്ടുള്ള മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തുള്ളി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മുടെ അടുത്ത കുബൂസും കൂടെ നമ്മൾ നല്ലോണം ഫിക്സിറ്റ് ചെയ്ത് ഇതിന് മേലെ. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഷവർമയുടെ സെയിം ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഷവർമയുടെ റെസിപ്പി ഞാൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു കുക്കിംഗ് ചാനലൊക്കെ ഉണ്ട്. ചാനലിൻ്റെ പേര് ഐബ മുഹമ്മദ് എന്നാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസൊക്കെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുകയാണെങ്കിൽ കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ 6 പേർക്കുള്ള ഷവർമയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ വ്യൂ ഇതാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റിൽ നിങ്ങൾക്കും ഇതേപോലെ ഈസി ആയിട്ട് ഷവർമ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.